അത് ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാൽ അപ്പം പറഞ്ഞുതരാം. അത് നിങ്ങൾ നേരത്തെ ചോദിച്ചു. ആ ചോദ്യം നിങ്ങൾ നേരത്തെ ചോദിച്ചു, ഞാൻ മറന്നിട്ടില്ല. അത്ര വേഗം മറക്കൂല, 10 മിനിറ്റൊക്കെ എടുക്കും. നിങ്ങൾ തന്നെ ചോദിച്ചു, നിങ്ങൾ തന്നെ പറഞ്ഞു. എനിക്കത് അല്ലെങ്കിൽ ശബ്ദത്തിന് കുഴപ്പമുണ്ടോ? എന്തിനാ നിങ്ങൾ 2 നിർത്തുന്നത്? ഓ, പാർട്ടി തയ്യാറാവും. എന്താ സംശയം? സൗത്തിൽ പാർട്ടി നിൽക്കൂല. ഞാനിപ്പോ ഇങ്ങനെ ഒരു നല്ല സ്ഥിതിയിൽ പോകുന്നതിൽ നിങ്ങൾക്ക് യാതൊരു താല്പര്യം അല്ലേ? അതിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലേ അതിന് മക്കളാണോ പിതാവാണോ ഭാര്യയാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതാരെങ്കിലും ഒരാളുടെ മകനായി എന്നുള്ളത് കൊണ്ട് അനർഹരായി പോവില്ല. ആരെങ്കിലുമൊക്കെ മക്കളായിരിക്കൂലേ? ഉണ്ടാവില്ല. ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയസാധ്യത. ഇന്നും തങ്ങളത് അർത്ഥസംഖ്യക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട്. വിജയസാധ്യതയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലുള്ള പ്രഥമ പരിഗണന. അത്രയാണ്. ഇല്ല, ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. നിങ്ങൾക്ക് തോന്നിയതാ. ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറിയിരിക്കുക. നടപ്പാക്കുമ്പോ ആര്? ഞാൻ പറഞ്ഞിട്ടില്ല. അതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലേക്ക് പോയിട്ടില്ല. ഇന്നത്തെ ചർച്ചയൊക്കെ ക്രോഡീകരിച്ച് പാർട്ടി നേതൃത്വം കൂടി ഒരു തീരുമാനത്തിലെത്തും. അതും സീറ്റ് ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. മാസം അവസാനത്തോടു കൂടിയൊക്കെ ഏതാണ്ട് ഒരു രൂപത്തും. ആയാലല്ലേ തള്ളാൻ പറ്റുള്ളൂ. ഏതിന്റെ? CPM-ന്റെ ഗോവിന്ദ മാഷോ? തങ്ങൾ പറഞ്ഞാൽ നിൽക്കേണ്ടി വരില്ലേ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കൂല. അത്രേ ഉള്ളൂ. അത് താങ്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. തങ്ങൾ ആരെയും നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സീറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടോ?